സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാകുമ്പോൾ കലവറയ്ക്ക് പുറത്ത് മാലിന്യ സംസ്കരണത്തിനും പ്രത്യേക പരിഗണനയുണ്ട്. ഇതിനായി പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിക്കുകയാണ്. സ്മിത ഹരിദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കലോത്സവത്തിൽ കലവറ, അത് ഭക്ഷണം, രുചികരമായ ഭക്ഷണം ഒരുക്കുക, അത് നല്ല രീതിയിൽ പാചകം ചെയ്ത് എത്തിക്കുക, അതിൻ്റെ ഗുണം ഒട്ടും ചോർന്നു പോകാൻ പാടില്ല, ഒരു പരാതിക്കും ഇടയാകാൻ പാടില്ല. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ഇതിൻ്റെ മാലിന്യ സംസ്കരണം എന്നുള്ളത്. ഇതിൻ്റെ വേസ്റ്റ് റിമൂവ് ചെയ്യണം. കൃത്യമായിട്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ല, അല്ലേ? ഓരോ നേരവും എനിക്ക് തോന്നുന്നു ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും ഒരുപടി കൂടുതലാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം, അല്ലേ? ഒരു പരാതിക്ക് ഇടവരാതെ. എങ്ങനെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇത് ഗ്രീൻ പ്രോട്ടോകോൾ അടിസ്ഥാനപ്പെടുത്തിയാണ് കലോത്സവം തന്നെ നടത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജൈവ മാലിന്യം, അജൈവ മാലിന്യം എന്നിങ്ങനെ തികച്ചും രണ്ടായിട്ട് വേർതിരിച്ചിട്ട് ജൈവ മാലിന്യം പൂർണ്ണമായിട്ടും ഞങ്ങൾ കമ്പോസ്റ്റ് നിർമ്മാണത്തിലും, അജൈവ മാലിന്യം ഞങ്ങളുടെ MCFലും RRFലും കൊണ്ടുവന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് അത് വേർതിരിച്ച് പുനരുപയോഗിക്കേണ്ട സാധനങ്ങൾ പുനരുപയോഗത്തിനും ഒക്കെ ആയിട്ട് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 100% ഞങ്ങൾ മാലിന്യം സംസ്കരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എത്ര പേരുണ്ടാവും ഏകദേശം? ഒരു എത്ര വിഭാഗം? ഇതിപ്പോ ഈ ഓരോ കമ്മിറ്റിക്ക് ഓരോ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് എത്ര പേര് ഇതിനകത്ത് പ്രവർത്തിക്കുന്നു? അത് ഭയങ്കര ഒത്തിരി ജീവനക്കാരെ വേണ്ടിവരും എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പ്രധാനമായിട്ടും മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ സാനിറ്റേഷൻ, അതുപോലെ തന്നെ STP, FSTP ഇങ്ങനെ 3-4 കാറ്റഗറിയിലായിട്ടാണ് ഇവിടെ ജീവനക്കാരെ, തൊഴിലാളികളെ വിന്യസിച്ചിട്ടുള്ളത്. അതിന് കൂടാതെ കുറച്ച് വളണ്ടിയേഴ്സും ഞങ്ങളെ സഹായത്തിന് വേണ്ടി എത്തുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവരിതിനെ എന്താ പറയുക, അമരക്കാരെന്നൊക്കെ പറയുന്നത് പോലെ ചുക്കാൻ പിടിച്ച് എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ഇവരുമുണ്ട്. അപ്പോൾ കലവറ എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മാലിന്യ സംസ്കരണമാണ്. അത് നല്ല മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്തവണ കലോത്സവത്തിൻ്റെ ഒരു തീമിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ഉത്തരവാദിത്തത്തോടു കൂടി ഓരോ കാര്യങ്ങളും. ഉത്തരവാദിത്തത്തോടു കൂടി മത്സരിക്കുക, ഉത്തരവാദിത്തത്തോടു കൂടി ഒരുമിച്ച് നിന്ന് പരിസ്ഥിതി സംരക്ഷിക്കുക. ഇപ്പോൾ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. കലോത്സവത്തിൻ്റെ കലവറയുടെ ആ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്യാമറാമാൻ രാഹുൽ സുദേവിനൊപ്പം സ്മിത ഹരിദാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.